ഓ ഗൈസ്, വെൽക്കം ബാക്ക് ടു നിധീസ് വ്ലോഗ്സ് നിധിയാണ് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? നമ്മള് ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി ചെറിയ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാൻ കുറച്ച് പർപ്പിളിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അൺബോക്സിങ് നിങ്ങളുടെ കൂടെ ചെയ്യാന്ന് വിചാരിച്ചു. പർപ്പിളിൽ നിന്ന് നമുക്കറിയാം, പർപ്പിൾ എന്ന് പറയുമ്പോൾ ബ്യൂട്ടി കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സുകളാണ്. ഓഫ് കോഴ്സ് ഞാൻ ബ്യൂട്ടി കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സുകൾ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ചില പ്രൊഡക്ട്സുകൾ നമ്മൾ റീപർച്ചേസിങ്ങും, ചില പ്രൊഡക്ട്സുകൾ പുതിയ ബ്രാൻഡുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന ചില പ്രൊഡക്ട്സുകളെ മാറ്റി പുതിയൊരു ബ്രാൻഡിലോട്ട് മാറിയാലോ എന്ന് കുറച്ച് കാലമായിട്ട് ചിന്തിക്കുന്നു. പക്ഷേ ഇപ്പോൾ പേർപ്പിളില് 50% ഓഫും കൂടാണ്ട് നമ്മുടെ ഫ്രീ പ്രൊഡക്ട്സുകൾ, നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിനനുസരിച്ച് ഫ്രീ പ്രൊഡക്ട്സുകളും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറയുന്ന ഒരു ഓഫറും കൂടെ അതിൽ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് സാധനങ്ങൾ നമുക്ക് എന്തായാലും പർച്ചേസ് ചെയ്യണമായിരുന്നു. അപ്പൊ പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്താട്ടോ. ഇങ്ങനെ 2 ബോക്സുകളിലായിട്ടാണ് നമുക്ക് പ്രൊഡക്ട്സുകൾ വന്നിട്ടുള്ളത്. 2 ബോക്സുകളാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് ഓപ്പൺ ചെയ്യാണ്ട് എനിക്ക് ഒട്ടും സമാധാനം ഉണ്ടായിരുന്നില്ല. വേഗം തന്നെ അത് ഓപ്പൺ ചെയ്യണം, ഒപ്പം നിങ്ങളെ കാണിക്കണം നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാന്ന് നോക്കണം. ചില സമയത്ത് പേർപ്പിളില് നമ്മൾ വാങ്ങിക്കുമ്പോൾ ചില ടൈമിൽ മാത്രം എനിക്ക് 1-2 പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. ചില പ്രൊഡക്റ്റുകൾ മിസ്സിംഗ് ആയി കാണിച്ചിരുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. 4-5 ദിവസമായി പ്രൊഡക്റ്റ് വന്നിട്ട്. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. നമുക്ക് സൺഡേ മാത്രമാണ് ലീവ് ഉള്ളൂ. അപ്പൊ ആ ദിവസം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോഴാണ് ഇപ്പൊ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോ എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എത്ര ലോങ് ആവും വീഡിയോ എന്ന് എനിക്ക് അറിഞ്ഞൂടൂ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ വീഡിയോ അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രൊഡക്റ്റുകൾ വേഗം വേഗം കാണിച്ചു തരണം എന്നാണ് വിചാരിക്കണേ. പക്ഷെ അത് വർത്തമാനം പറയുമ്പോൾ ലോങ് ആവും എന്നറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അതിനു മുമ്പേ നമ്മുടെ ചാനൽ നിധീസ് വ്ലോഗ്സ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അത് മറക്കരുത്. എന്തായാലും നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. ഒട്ടും തന്നെ ടൈം കളയണ്ട. സ്കിപ്പിംഗ് ടു ദ വീഡിയോ. അപ്പൊ നമുക്ക് വേഗം 1 by 1 ആയിട്ട് ഓരോ പ്രൊഡക്ട്സുകളും എന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ തന്നെയാണോ വന്നിട്ടുള്ള, ഏതെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? ചില സമയത്ത് പേർപ്പിളിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. ചില പ്രൊഡക്റ്റുകൾ നമ്മളിങ്ങനെ കുറച്ച് ഇത്രയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ചില പ്രൊഡക്റ്റുകൾ മിസ്സിംഗ് ആയിരിക്കും. അങ്ങനെ എനിക്ക് 1-2 വട്ടം പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണോ ഉള്ളത് അതോ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ നോക്കാം. ഓൾറെഡി ഞാൻ ഇത് അൺബോക്സ് ചെയ്തിട്ട് ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുറന്നു. പക്ഷെ പ്രൊഡക്റ്റുകളൊന്നും എടുത്തിട്ടില്ല. ഞാൻ അതേപോലെ തന്നെ വെച്ചു. അൺബോക്സ് ചെയ്ത ഷോർട്ട് വീഡിയോ എടുത്തില്ല. ആക്ച്വലി ഓപ്പൺ ചെയ്തു. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതൊന്നും നമുക്ക് പൊട്ടിക്കാം കേട്ടോ. ഇതൊരു മിനി പാക്കേജിംഗ് ആണ്. അതിലെനിക്ക് തോന്നുന്നു ഇതിലൊരു 9 പ്രൊഡക്റ്റും ഇതിലൊരു 4 പ്രൊഡക്റ്റുമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. പേർപ്പിളിന്ന് എപ്പോഴും പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ അവര് തരുന്ന പാക്കേജിങ് അടിപൊളിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ആമസോണിൽ നിന്ന്, ഫ്ലിപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ മറ്റേ റാപ്പർ വരുന്ന മറ്റേ ബബിൾ റാപ്പർ ആവില്ലേ, നമ്മളിങ്ങനെ കൈ കൊണ്ട് എപ്പോഴും ഇങ്ങനെ പ്രസ് ചെയ്ത് പൊട്ടിക്കുന്ന അതായിരിക്കും വരാറുള്ളത്. പക്ഷെ ഇതിന്റെ പാക്കേജിങ്ങിൽ എപ്പോഴും അവര് ഇങ്ങനത്തെ കടലാസാണ്. ഇതാണ് ഈ ഒരു റാപ്പറാണ് വെക്കുക അല്ലേ. എനിക്കെപ്പോഴും ഈ റാപ്പറാണ് കിട്ടാറുള്ളത്. ഞാൻ യൂട്യൂബില് നമ്മുടെ മെയിൻ യൂട്യൂബേഴ്സിന്റെ ഒക്കെ വീഡിയോ സെർച്ച് ചെയ്യുന്ന സമയത്തും അവരിലും ഇങ്ങനത്തെ റാപ്പേഴ്സാണ് ഞാൻ കാണാറുള്ളത്. അത് നല്ലൊരു കാര്യം. നല്ല പാക്കേജിങ്ങും ആണ് കേട്ടോ അവരുടെ. നല്ല സെറ്റ് പാക്കേജിങ് ആണ്. അപ്പോൾ ഇതിങ്ങനെ ഈ ബോക്സിൽ ഇങ്ങനെ പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഈ നമ്മുടെ വലിയ ബോക്സിൽ ഇത്രയും പ്രൊഡക്റ്റുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെയാ പ്രൊഡക്റ്റുകൾ നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്നുവെച്ചാൽ ഞാൻ ഉപയോഗിക്കാത്ത കുറച്ച് പ്രൊഡക്റ്റുകൾ ആദ്യമായിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ പ്രൊഡക്റ്റുകളും എന്തൊക്കെയാ നോക്കണ്ടേ. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നോക്കാട്ടെ നമുക്ക് ഓരോ പ്രൊഡക്റ്റുകളായിട്ട് ഏതൊക്കെയാന്നുള്ളത്. ഫസ്റ്റ് ഇതൊരു റീപർച്ചേസ് ആണ്. എനിക്ക് ഓൾറെഡി ഞാൻ ഉപയോഗിച്ച് നല്ല റിവ്യൂ കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ 50% ഓഫ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഓൾറെഡി എൻ്റെ അടുത്ത് ഈ പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഓഫർ പ്രൈസ് നടക്കുന്ന കാരണം മേടിച്ചു വെച്ചതാണ്. നമ്മുടെ പ്ലമ്മിന്റെ കാണുന്നില്ലേ, പ്ലമ്മിന്റെ ടോണർ ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ടോണർ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിലുള്ള pH കൺട്രോളിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലെ. എന്നുവെച്ചാൽ നമ്മുടെ ഫേസിലെ pH ലെവലിലൊക്കെ കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് ഒട്ടും ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാണ്ട് ബാലൻസ് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യണം. നല്ല ഫ്രാഗ്രന്റ് ആട്ടോ.
ഗ്ലൈക്കോളിക് ആസിഡ് അതേപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് വരുന്നത്. പ്ലമ്മിന്റെ ടോണർ നമ്മൾ എല്ലാവരും നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനം കേട്ടോ. അടിപൊളിയാണ്. നമ്മുടെ ഫേസിനെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും ഫേസിനെ pH കൺട്രോൾ ചെയ്തിട്ട് ഫേസിനെ സ്റ്റേബിൾ ആയിട്ട്, അതെന്ന് വെച്ചാൽ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് വലിയ ഡാർക്കനാക്കാണ്ടെയും നമ്മുടെ pHനെ നല്ലോണം കൺട്രോൾ ചെയ്തിട്ട് ഒരേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ പെർഫെക്റ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ പ്ലമ്മിന്റെ ടോണർ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ റീപർച്ചേസിങ് ആണ്. ഓൾറെഡി എൻ്റെ കയ്യിലുള്ളതാണ്. വീണ്ടും ഞാൻ ഒന്നും കൂടി വാങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 280 എന്തോ ആണ് ഞാൻ പർച്ചേസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതങ്ങനെ പ്ലമ്മിന്റെ ടോണർ. പിന്നെ ഇങ്ങനൊരു പാക്കേജിങ്ങിൽ ഇങ്ങനൊരു കവറിൽ 3 സാധനങ്ങളുണ്ട്. ആക്ച്വലി ഒന്ന് മാൾസിന്റെ എന്താ പറയാ ഐഷെയ്ഡ്സ് ആണ്. ഐഷാഡോ ഇല്ലേ, ഐഷാഡോ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എൻ്റെ കയ്യിൽ മാൾസിന്റെ ഇത് റീപർച്ചേസ് ചെയ്യില്ല. ഇതിന് ആദ്യമായിട്ട് വാങ്ങുന്ന പ്രൊഡക്റ്റ് കേട്ടോ. അതേപോലെ തന്നെ ഇതും ആദ്യമായിട്ട് വാങ്ങുന്നതാണ്. സൺ പ്രൊട്ടക്ഷൻ പൗഡർ ആണ്, ലാക്മീന്റെ പൗഡർ ആണ്. ഇൻസൈറ്റിന്റെ ബ്ലഷ് ആണ്. ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കല്ല, ഇത് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ബ്ലഷ് ഇല്ലാണ്ട് എനിക്ക് എപ്പോഴും ഫേസ് ഇങ്ങനെ റെഡ് കളറിൽ ഇരിക്കണം കേട്ടോ. ഇൻസൈറ്റിന്റെ ബ്ലഷ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇൻസൈറ്റിന്റെ ബ്ലഷ് ആണ്, നല്ലതാണ് കേട്ടോ. അതിൽ റേറ്റും വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. 140 അങ്ങനെ എന്തോ ആണ്. ഞാൻ ആക്ച്വലി ഇതിന്റെ പ്രൈസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാൻ മറന്നുപോയി കേട്ടോ. 140 അങ്ങനെ വരും. ഞാൻ എല്ലാത്തിനെയും ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ടാഗ് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കാനും എളുപ്പമുണ്ട്. ഓക്കെ, അല്ലാണ്ട് പ്രൈസ് ഇപ്പൊ എന്റെ മെമ്മറിയിൽ വരുന്നില്ല. കുറച്ച് 4-5 ദിവസമായി ഞാൻ ഓർഡർ ചെയ്തിട്ട്. ഇത് നല്ലൊരു സാധനമായിട്ട്. ഇത് എന്തായാലും മേടിച്ചോ. ഇത് നമുക്ക് ഇങ്ങനെ നമ്മുടെ കവളൊക്കെ ഭയങ്കര റെഡിഷ് ആയിട്ടിരിക്കാനും ചുവന്ന് തുടുത്ത് സ്റ്റൈലായിട്ട് പോകാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ബ്ലഷ് യൂസ് ചെയ്തിരുന്ന ലിപ്സ്റ്റിക് ഇല്ലേ, ലിപ്സ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. നോസിന്റെ അവിടെയും ഇവിടെയും ചിന്നിലും ചിക്കിലൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. പിന്നെയാണ് എനിക്ക് ഇങ്ങനത്തെ സംഭവം അവൈലബിൾ ആണെന്നുള്ളത് നമ്മുടെ ഈ സൈറ്റുകളിൽ നിന്നൊക്കെ മനസ്സിലായത്. അപ്പോഴാണ് ഇങ്ങനെ ഇത് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് എൻ്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് ഞാൻ തോണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു റീപർച്ചേസ് ആണ് കേട്ടോ. അങ്ങനെ ഇതിന്റെ പാക്കേജിങ് ആണിത്. ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ്. സൺ പ്രൊട്ടക്ഷന്റെ പൗഡർ ആണ് കേട്ടോ, ലൂസ് പൗഡർ ആണ്. ലാക്മീന്റെ മീൻസ് ഇങ്ങനെ ഒരു ബോക്സിൽ വരുന്ന ലൂസ് പൗഡർ ആണ്. നമുക്കറിയാം ഇങ്ങനെ ഒരു ഇതുണ്ട്, പഫ് ഉണ്ട് ചെയ്യാനായിട്ട്. കവർ വരുന്നുണ്ട്. ലാക്മീന്റെ ആണ് കേട്ടോ, പ്രൊഡക്റ്റ് ലാക്മീന്റെ ആണ്. അടിപൊളി ആയിരിക്കും എന്ന് വിചാരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റിയിട്ട്. ഞാൻ സൺ പ്രൊട്ടക്ഷന്റെ ക്രീമാണ് യൂസ് ചെയ്യണത്. എന്നുവെച്ചാൽ ഡെർമാക്കോന്റെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ചിട്ടില്ല. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയാം കേട്ടോ. ഇതും 299 രൂപയാണ് വരുന്നത്. എല്ലാതും 300 ബിലോ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതിന്റെ മുകളിലുള്ള ഒരു പ്രൊഡക്റ്റും ഇല്ല. ആൻഡ് ദെൻ മാസിന്റെ ഐഷാഡോ പാലറ്റ് ആണ് കേട്ടോ. ഐഷാഡോ പാലറ്റ് ആണ്. ഇതും ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് ഞാൻ വാങ്ങിയ, പുതിയ ബ്രാൻഡിന്റെ ആണ്. ഞാൻ ലാക്മീന്റെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇത് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. കിട്ടി. ഇത് എൻ്റെ അടുത്തുള്ളത് എല്ലാതും മാറ്റ് ഫിനിഷിൽ വരുന്ന ഐഷാഡോസ് ആണ്. ഒന്നും ഗ്ലിറ്ററിങ് ടൈപ്പ് ഒന്നുമില്ല. അപ്പൊ ഇത് ഗ്ലിറ്ററിങ് ടൈപ്പിലുള്ള ഒരു ഐഷാഡോ പാലറ്റ് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. കണ്ടോ, മാസിന്റെ ആണ്. നല്ല പ്രൊഡക്റ്റ് ആയിരിക്കണം. ഞാൻ അത്യാവശ്യം എല്ലാ പ്രൊഡക്റ്റുകളും റിവ്യൂസുകൾ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ സൈറ്റിൽ തന്നെ റിവ്യൂസുകൾ നോക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആയിരിക്കണം. മെറൂൺ ഉണ്ട്, ഒരു പീച്ച് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ഗോൾഡൻ വരുന്നുണ്ട്, പിന്നെ അതിൽ തന്നെ കോഫി ബ്രൗൺ വരുന്നുണ്ട്, പിന്നെ ആഷ് കളർ ഉണ്ട്, ക്രീം ഉണ്ട്. അങ്ങനെ ഗ്ലിറ്ററിങ്ങും വരുന്നുണ്ട്, മാറ്റ് ഫിനിഷിങ്ങിലുള്ളതും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതും ഒന്ന് ഇട്ട് നോക്കിയാലോ എന്നൊരു ടെൻഡൻസി എനിക്ക് ഇല്ലാതില്ല. ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കായിരുന്നു. അപ്പൊ കണ്ണാടി ഒന്നും എടുത്തിട്ടില്ല. ക്യാമറ നോക്കിയിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഞാൻ മാറ്റ് ഫിനിഷിലുള്ള ഐഷാഡോ ആണ് ഓൾറെഡി ഇട്ടിട്ടുള്ളത് കേട്ടോ. ഗ്ലിറ്ററിങ് വല്ലാണ്ട് കാണുന്നില്ല അല്ലേ, എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ക്യാമറയിൽ ഇപ്പൊ എങ്ങനെയാ കാണുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഇതിൽ നോക്കുമ്പോ ഓക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോ പറയാം കേട്ടോ. രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പാലറ്റ് കൊള്ളാം. നമുക്കിങ്ങനെ കയ്യിൽ യൂസ് ചെയ്യാൻ എന്നുവെച്ചാൽ ഫ്രണ്ട്ലി ആണ് ഉപയോഗിക്കാനായിട്ട്, ട്രാവൽ ഫ്രണ്ട്ലി. അതേപോലെ തന്നെ നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാനൊക്കെ ആയിട്ട് എളുപ്പമുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. ഇഷ്ടപ്പെട്ടു എനിക്ക്. നൈസ്.
ദെൻ നെക്സ്റ്റും കണ്ടോ ഇങ്ങനെ റാപ്പിൽ വന്നിട്ടുള്ളത് തന്നെയാണ്. ഇതെനിക്ക് തോന്നുന്നു ഫ്രീ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രൊഡക്റ്റുകൾ വാങ്ങിയതിന് എനിക്ക് കിട്ടിയ ഫ്രീ 2 പ്രൊഡക്റ്റുകളാണ്. ആപ്സ് ഗുഡ്നെസിന്റെ റോസ്മേരിയും അതേപോലെ തന്നെ ഒരു ഫേസ് ഗ്ലോ സ്ക്രബ്ബറാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ടുള്ള സാധനമാണ്. ഗോൾഡന്റെ ഒരു ഫേസ് സ്ക്രബ്ബറാണ്. പീൽ ഓഫ് മാസ്കും വരുന്നുണ്ട്, സ്ക്രബിനും ഉപയോഗിക്കാം നമുക്ക്. പീൽ ഓഫ് എനിക്ക് തോന്നുന്നു ഞാൻ സ്ക്രബ്ബറാണ് ഞാൻ ഉപയോഗിച്ചുള്ളത്. പക്ഷെ ഇത് പീൽ ഓഫ് മാസ്ക് ആണോ സംശയമുണ്ട് കേട്ടോ. എനിക്ക് ഇതിന്റെ മുകളിൽ ഈ ഒരു ബാർകോഡ് ഈ സംഭവം ഇരിക്കുന്ന കാരണം ഇത് എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കണ്ടോ? അപ്പൊ ഇതിപ്പോ പൊളിച്ചു കളഞ്ഞാലേ എനിക്കിത് എന്താന്ന് ആക്ച്വലി മനസ്സിലാവത്തുള്ളൂ. എനിക്ക് അന്നൊരു ഇതേപോലെ പർച്ചേസ് കഴിഞ്ഞപ്പോൾ വാങ്ങിയപ്പോൾ അതിലുണ്ടായിരുന്നത് കുറച്ച് ഇതാട്ടോ, ഇങ്ങനെയുള്ള 4-5 ട്യൂബുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഫ്രീ പ്രൊഡക്റ്റ് ആയിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് സ്ക്രബ്ബറാണ്, ഗോൾഡ് സ്ക്രബ്ബറാണ്. നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു, എന്നിട്ട് ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്തിരുന്നു. വെച്ചാൽ പേർപ്പിള് പോയിട്ട് തന്നെ നമ്മൾ ബില്ല് പേ ചെയ്തിട്ട് പർച്ചേസ് ചെയ്തിരുന്നു. ഇത് ഫ്രീ ആണ്. ഇത് മാസ്ക് ആവുന്നുണ്ട്. ഇവിടെ എനിക്ക് സൈഡിൽ MASK എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മാസ്ക് ആയിരിക്കും. ഇത് ആസ് യൂഷ്വൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ആപ്സിന്റെ റോസ്മേരി വാട്ടർ ആണ്. നല്ലതാണ്, മുടി വളരുന്നുണ്ടുള്ള അഭിപ്രായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഉപയോഗിച്ച് നല്ലതാണ്, നല്ല റിവ്യൂസുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണത് അല്ലേ. അപ്പൊ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എനിക്ക് ഉപയോഗിക്കാൻ തോന്നിയിട്ടില്ല ആക്ച്വലി. എന്താണെന്ന് ഉപയോഗിച്ചിട്ടില്ല. നെക്സ്റ്റ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ച 3 സാധനങ്ങളാണ് കേട്ടോ. എനിക്ക് മേക്കപ്പ് സാധനങ്ങളിൽ ഏറ്റവും ക്രേസ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള 2 സാധനമാണ് ഇങ്ങനെ ഈ സംഭവങ്ങൾ കേട്ടോ. ലിപ് ലൈനറും ലിപ്സ്റ്റിക്കും. ലിപ് ലൈനർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യാം. പക്ഷെ ലിപ്സ്റ്റിക് ഇല്ലാത്ത ഒരു എന്താ പറയാ, ലിപ്സ്റ്റിക് ഇല്ലാത്തൊരു ഇതില്ലാന്ന് പറയില്ലേ നമ്മള്, അങ്ങനെ ഒരു അഡിക്റ്റഡ് ആയിട്ടുണ്ട്. എല്ലാ ഷെയ്ഡും വാരി വലിച്ച് തേക്കുന്നല്ല, ന്യൂഡ് ഷെയ്ഡ്സിനോട് ഒരു ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ ഞാൻ വാങ്ങിയിട്ടുള്ള എൻ്റെ കയ്യിൽ ഇല്ലാത്ത, ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സാധനം ഓഫർ പ്രൈസിന് കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. ഇൻസൈറ്റിന്റെ അല്ല, ഫേസസ് കാനഡയുടെ കോഫി മെയ്ഡ് ഫിനിഷ് വാവ് എന്ന് പറയുന്ന ഷെയ്ഡാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അടിപൊളിയാണ്, എല്ലാവർക്കും ഉപയോഗിച്ച് നല്ല റിവ്യൂസുകളുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ പൊട്ടിക്കുന്നില്ല, ആക്ച്വലി ഞാൻ ഓൾറെഡി ഒരു ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. അടിപൊളിയാണ്. ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇടാം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് റിവ്യൂ മനസ്സിലാവും. പിന്നെ അതൊരു ഇൻസൈറ്റിന്റെ ഒരു ഐബ്രോ പെൻസിലാണ്. നമുക്ക് ഇതിന്റെ ഇവിടെ ബ്രഷ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ എല്ലാ ഐബ്രോ പെൻസിലിന്റെ കൂടിയും ഇവിടെ ബ്രഷ് വരും. നമുക്ക് ഈസിയാണ് ടച്ചപ്പ് ചെയ്യാനും അതേപോലെ തന്നെ എഴുതാനും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. ദെൻ അഗെയിൻ ഇൻസൈറ്റിന്റെ ഒരു ലിപ് ലൈനർ ആണ്. കോഫി ബ്രൗണിൽ വരുന്ന ഒരു ലിപ് ലൈനർ ആണ്. ഞാൻ ന്യൂ ഷെയ്ഡുകളൊക്കെ ഇടുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് വാങ്ങിയിട്ടുള്ള ലിപ് ലൈനർ കേട്ടോ. അപ്പൊ ഇത് 3ഉം ഇങ്ങനെ ഒരു കോമ്പോല വന്നിട്ടുള്ളത്. 280ക്കാണ് ഇനി 3 സാധനങ്ങൾ കിട്ടിയ എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ബോക്സ് നമ്മുടെ കാലിയായി. ഈ ബോക്സ് കഴിഞ്ഞു. നെക്സ്റ്റ് ഈ ബോക്സ് ആണ് ടണ്ടണൈൻ. ഇതിലാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉള്ളത്. എന്താണെന്ന് കാണിച്ചത്, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. 2 സാധനമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇതാ ഇതിലും ഉണ്ട് എൻ്റെ ഫ്രീ പ്രൊഡക്റ്റ്. ഇത് മാസ്ക് ആണ്. ഇതും പീൽ ഓഫ് മാസ്ക് ആണ്. ഇതും മറ്റേ പീൽ ഓഫ് മാസ്ക് തന്നെയാണ്. ഇത് ഫ്രീ പ്രൊഡക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ 2 വാങ്ങി കിട്ടിയിട്ടുള്ള ഫ്രീ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ ഇത് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് വാങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. ഒരു പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇത് മിസ്സായി പോയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇത് എനിക്ക് അഡ്രസ്സിൽ എന്തോ ഒരു വ്യത്യാസം വന്നപ്പോൾ അതങ്ങനെ മിസ്സായി പോയി. ഇത് കുറെ ആൾക്കാരുടെയൊക്കെ കണ്ട്, കുറെ യൂട്യൂബേഴ്സിൻ്റെയിലൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് വേണമെന്ന് വിചാരിച്ചുകൊണ്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ്. പെട്ടെന്ന് നോക്കുമ്പോൾ ആ പ്രൊഡക്റ്റിന് പ്രൈസും കുറവായിരുന്നു. അപ്പൊ ഞാൻ വേഗം മേടിച്ചു കേട്ടോ. എന്താന്ന് വെച്ചാൽ മാസിന്റെ ട്രെൻഡിങ് സെറ്റിംഗ് പൗഡർ ആണ് കേട്ടോ. ലൂസ് പൗഡർ സെറ്റിംഗ് പൗഡർ ആണ് വരുന്നത് കേട്ടോ. ബനാന ഷെയ്ഡാ വരുന്നത്. ഞാൻ അന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബനാന ഷെയ്ഡ് തന്നെയാണ്. എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതും ബനാന ഷെയ്ഡാണ്. ഇത് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് എന്തായാലും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ സ്കിൻ ടോണായിട്ട് മാച്ച് ചെയ്ത് പോകും എന്നാണ് ഞാൻ ആക്ച്വലി വിചാരിക്കുന്നത്.
നോക്കാം നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ എന്തായാലും എല്ലാതിൻ്റെയും റിവ്യൂസുകൾ പറയാം കേട്ടോ. എങ്ങനെയെങ്കിലും നമ്മുടെ വീഡിയോസിലോ അല്ലെങ്കിൽ ഷോർട്ടിലോ ഒക്കെ ആയിട്ട് റിവ്യൂസുകൾ എന്തായാലും പറയാം. അടുത്തത് എൻ്റെ ഒരു റീപർച്ചേസിങ് ആണ്. എൻ്റെ സ്വത്ത് മണിക്കുട്ടപ്പനായിട്ടുള്ള നമ്മുടെ സെറ്റാഫിലിൻ്റെ ക്ലെൻസർ ആണ് കേട്ടോ. ജെന്റിലായിട്ടുള്ള ഒരു മൈൽഡ് ക്ലെൻസർ ആണ്. ആരും വാങ്ങിയിട്ടില്ലെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്ത് നോക്കുക. നല്ല ക്ലെൻസർ ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള, ഞാൻ എത്രയോ കാലമായിട്ട് ഉപയോഗിക്കുന്ന. ഞാൻ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടൊന്നും തോന്നണ്ട. ചിലതിൽ ഇവിടെ ഓപ്പൺ ചെയ്താലും ഇവിടെ ഒരു കേസുകൾ ഇവിടെ ഇങ്ങനെ റിങ് വരാറുണ്ട്. ഇപ്പൊ ഇങ്ങനെ നമ്മൾ കൈ ഇടുമ്പോൾ ഇതിൽ പ്രൊഡക്റ്റ് കിട്ടും. ഇതിലിങ്ങനെ കൈയിട്ടാലും പ്രൊഡക്റ്റ് കിട്ടാറില്ല. അവിടെ ഒരു റിങ് വരാറുണ്ട്. നമുക്കത് ഒട്ടും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ടൈറ്റ് ആയി പോകും. അങ്ങനെ ഒരിക്കൽ എനിക്ക് അബദ്ധം പറ്റിയാണ് കേട്ടോ. ഒരുപാട് ടൈറ്റ് ആയിരുന്നു, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുക ചെയ്ത്. അപ്പൊ ഞാൻ പിന്നെ അത് റിട്ടേൺ കൊടുക്കുകയും ചെയ്തില്ല. അങ്ങനെ എനിക്ക് അബദ്ധം പറ്റി. അത് ഞാൻ കിട്ടിയപ്പോൾ തന്നെ പെട്ടെന്ന് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളി ക്ലെൻസർ ആട്ടോ. നല്ല മൈൽഡ് ക്ലെൻസർ ആണ്. നമ്മൾ ക്ലെൻസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഫേസിലെ ഡെഡ് സ്കിന്നുകളുടെ അതേപോലെ തന്നെ പോസസുകളുടെ അതിനൊക്കെ മാറ്റാനും ഡെഡ് സ്കിന്നിനെ മാറ്റാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ക്ലെൻസിങ് എന്ന് പറയുന്നത്. ഫേസിനെ ക്ലെൻസ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. അതായത് CTMS എന്ന് പറയുന്ന ഷോർട്ട് ഫോമിലൂടെ നമ്മുടെ സ്കിന്നിൽ, അതായത് ഫേസിനെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് അങ്ങനെ ചെറുതാക്കാൻ പറ്റും. മീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ CTMS. C എന്ന് പറയുന്നത് ക്ലെൻസർ, T എന്ന് പറയുന്നത് ടോണർ, M എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആൻഡ് S എന്ന് പറയുന്നത് സൺസ്ക്രീൻ. ഈ 4 സാധനങ്ങൾ നമ്മുടെ ഫേസിൽ ഉപയോഗിക്കാതിരിക്കാനേ പാടില്ല. എന്തായാലും നിർബന്ധമായാലും നമ്മുടെ ഫേസിന് വേണ്ട സാധനങ്ങളാണ് ഈ 4 സാധനങ്ങൾ. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും ഒരു ക്ലെൻസറും ഒരു മോയ്സ്ചറൈസറും ഒരു ടോണറും മോയ്സ്ചറൈസറും അതേപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള നമ്മുടെ സൺസ്ക്രീമും നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. നമ്മൾ ലൈറ്റിൽ പോകുന്ന സമയത്ത്, പുറത്ത് സണ്ണിൽ പോകുന്ന സമയത്ത് മാത്രമല്ല, നമ്മളൊരു ലൈറ്റിൽ ഒരു ഫംഗ്ഷന് പോവാണ്, ഒരു സ്റ്റുഡിയോ പോവാണ്, ഒരു ഫംഗ്ഷന് പോവാണ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക. നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുള്ള ഏജ് കഴിയും തോറും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചുളിവുകൾ, മാർക്സുകൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഈ സൺസ്ക്രീം ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 കൊല്ലമായിട്ട് സൺസ്ക്രീം ഉപയോഗിക്കുന്ന ആളാണ്. ഡെർമാക്കോന്റെ സൺസ്ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ സ്കിന്നിൽ വന്നിട്ടുണ്ട് കേട്ടോ. സൺസ്ക്രീൻ മാത്രമല്ല, ഈ 4 സാധനങ്ങൾ ഞാൻ ഒരു 3-4 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്നുവെച്ചാൽ ഈ ക്ലെൻസറും പിന്നെ അതേപോലെ തന്നെ ടോണറും ഒരു 1.5 കൊല്ലം 2 കൊല്ലമായിട്ടേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ ബാക്കിയുള്ള 2 സാധനങ്ങൾ സൺസ്ക്രീമും മോയ്സ്ചറൈസറും 4 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. നല്ല മാറ്റമാണ് എൻ്റെ സ്കിന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ. സത്യം പറയാലോ, ഞാൻ എൻ്റെ ഫേസിൽ ഒന്നും ഉപയോഗിക്കാത്ത ആളാണ്. എൻ്റെ ഫേസിന് അത് പറ്റില്ല, ഭയങ്കര സെൻസിറ്റീവാണ്, എനിക്ക് കുരുക്കൾ വരും, അങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. പക്ഷെ അത് മാറ്റി ഇങ്ങനെ ഉപയോഗിച്ച് നോക്കിയാൽ എന്താ, അങ്ങനെ ഒരുപാട് ഇതേപോലെ വീഡിയോസുകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ സ്കിന്നിന് ഒന്ന് ചേഞ്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോഴാണ് എനിക്കിങ്ങനെ ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പ്രിഫറൻസിലാണ് നമ്മൾ ഓരോ സാധനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങണേ. അപ്പോൾ നല്ല ബ്രാൻഡുകളുടെ നല്ല പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് റുട്ടീനായി ആ പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിച്ച് ഈ 4 സംഭവങ്ങൾ CTMS എന്ന് പറയുന്ന 4 സംഭവങ്ങൾ സെയിം ബ്രാൻഡിന്റെ തന്നെ ഉപയോഗിച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് അങ്ങനെ എന്തായാലും കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഒരു ക്ലെൻസറും ഒരു ടോണറും ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീമും നിർബന്ധമാക്കുക കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിർബന്ധമാക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും പ്രൊഡക്ട്സുകളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇത് പിന്നെ ഫേവറേറ്റ് വൺ ആൻഡ് സൺ പ്രൊട്ടക്ഷൻ, പിന്നെ നമ്മുടെ ഐ ഷേഡോ പാലറ്റ് ആൻഡ് ഇൻസൈറ്റിന്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻസൈറ്റിന്റെ ബ്ലഷ്. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. ആൻഡ് ഒരു സാധനം കൂടി ഉണ്ട്, നമ്മുടെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്. ഇത്രയും സാധനങ്ങൾ കേട്ടോ. അപ്പൊ ഇത്രയും ഐറ്റംസ് എനിക്ക് മേടിക്കാനായിട്ട് വെറും 1600 രൂപയായിട്ടുള്ളൂ. ഓഫറിലാണ് കിട്ടിയത്, ഫ്രീ പ്രൊഡക്റ്റുകളും ഉണ്ട്. അപ്പൊ എല്ലാവരും പോയിട്ട് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓഫറിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ചേരുക കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരേക്കും ബൈ ബൈ, ടാറ്റ, സീ യു, ഗുഡ് നൈറ്റ്.